ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണസദ്യ വിഭവം സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നല്ല തനി നാടൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അളവ് ഈ ഒരു പച്ചക്കറിയുടെ അതേ ഒരു ലെവലിലാണ്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ആവിയൊക്കെ പോയ ശേഷം കുക്കർ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക, തക്കാളി, മുരിങ്ങക്കായ എന്നിവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ വെണ്ടക്കയും മുരിങ്ങക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇത് താളിച്ചെടുക്കാനുള്ള പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ താളിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകും ഉലുവയും മാത്രം ഇട്ട് താളിച്ചെടുക്കുന്നവരുണ്ട്. ഇതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതിലേക്ക് പിന്നെ വറ്റൽമുളകും കറിവേപ്പില കൂടെ ഇട്ടിട്ട് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. ഇതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. ഇനി നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തനി നാടൻ രുചിയിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളിത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കണേ.